വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം. കന്യാസ്ത്രീ മരിച്ച മഠത്തിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആക്രമിച്ചത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണെന്ന് പബ്ലിക് കേരള നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഷാഹിദ കമാൽ പറഞ്ഞു. ഫോൺ സംഭാഷണം കേൾക്കാം. വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒന്നുമില്ല. ഇവരൊരു കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിരുന്നു. ഞാനത് അറിഞ്ഞിരുന്നില്ലല്ലോ. അതെ, പഴയ രാഷ്ട്രീയ വൈരാഗ്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുമോ? അതെ അതെ, ഉറപ്പായിട്ടും അതാണോ അവർ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തത്. ഞാൻ വരുന്നത് ആരോ വിളിച്ച് പറഞ്ഞിട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ മുഴുവൻ വാഹനവും കിടത്തിയിരുന്നു. എന്റെ വാഹനം കണ്ടതും താ വരുന്നതാന്ന് പറഞ്ഞിട്ടാണ് എന്റെ വാഹനത്തിന്റെ മുന്നിൽ നിന്ന് 4 വർഷം പൊതുവെന്റെ വാഹനം മൊത്തം അടിച്ച് ഞാൻ ഗ്ലാസ് പൊട്ടിയെന്ന് വേഗത്തോട്ട് തെറിക്കുന്നു പേടിച്ച് ഞാൻ ഡ്രൈവറോട് ഗ്ലാസ് കാട്ടാൻ പറഞ്ഞപ്പോഴാണ് എന്റെ മുടി കുത്തിരി പിടിച്ച് എന്നെ മുമ്പിൽ വണ്ടിക്കകത്ത് എടുത്തത്. അപ്പൊ ഞാൻ ഗ്ലാസ് പൊട്ടാൻ പറഞ്ഞു. പെട്ടെന്ന് ഗ്ലാസ് പൊട്ടി. പിന്നെ എനിക്ക് അറിയില്ല അവിടെ നടന്നത്. അത് വണ്ടി പോയി ഒരു മുഴുവൻ നാട്ടിയായിരുന്നു. ഈ ഒരു നല്ല വണ്ടി ആയതുകൊണ്ടാണ് വണ്ടി പോകുന്നത്. എന്ത് വണ്ടി കണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ചു നാളായിട്ട് നോക്കി വെച്ചിരുന്ന നേടി പിന്നെ എന്തായിട്ട് തരത്തിൽ കിട്ടി ഒരു രീതിയിൽ എന്റെ ഉള്ളവരെ കൊടുത്തു. എനിക്കറിയില്ല എന്തൊക്കെ പാറടെ അവർക്ക്. അപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാം ഓടിക്കൂടി. ഞാൻ അന്നേരം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫോൺ പോലും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. എടുത്തിട്ട് അത് പിടിച്ച് എടുത്ത് പൊട്ടിച്ചാൽ പിന്നെ എനിക്കൊരു രക്ഷാമാർഗവും കൂടെ ആരും അവിടെ നിന്ന് ഇത് വൈ റോഡായതുകൊണ്ട് ആള് സൈലന്റ് ചെയ്യാനും പോലീസിന് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പാടല്ലേ. എനിക്ക് പറയാനും അറിയില്ലല്ലോ എവിടാന്ന്. എനിക്ക് ആരോട് ചോദിക്കും. എനിക്ക് ക്ലാസ് കാക്കാൻ പറ്റുന്നില്ലല്ലോ ചോദിക്കാൻ. അത് മാത്രമല്ല ചോദിക്കുന്ന അവരോടല്ലേ ചോദിക്കുന്നത്. ആരാണ് രക്ഷകരാരാണ് കൊടുക്കാൻ നിൽക്കുന്നതെന്ന് അറിയില്ലല്ലോ. പിന്നെന്തായാലും ഞാൻ എസ് ടിയെ വിളിച്ച് സി ഐ എസ് സ്ഥലം പറഞ്ഞു കൊടുത്ത് CI വിളിച്ചപ്പോ CIക്ക് സ്ഥലം അറിയായിരുന്നു. അപ്പൊ CI പെട്ടെന്ന് തന്നെ CI എസ് ഐ എല്ലാവരും അതവിടെ വന്നു. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഉറപ്പായിട്ടും അതാണല്ലോ പറഞ്ഞോണ്ട് തന്നെ ചെയ്തത്. പക്ഷെ ഞാൻ ആലോചിക്കണം. ഞാൻ ഇപ്പൊ ഒന്നും പറ്റിയത് ആലോചിച്ചില്ല. എന്റെ ചെയർപേഴ്സണും എല്ലാവരുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പുറം നടപടികൾ സ്വീകരിക്കുന്നതിന്. നേരത്തെ കോൺഗ്രസിലായിരുന്ന ഷാഹിദ കമാൽ CPM-ലേക്ക് പോയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഷാഹിദ കമാലിന് നേരെ വലിയ രീതിയിലുള്ള വിദ്വേഷമാണ് ഉണ്ടായിട്ടുള്ളത്. 2016-ലാണ് ഷാഹിദ കമാൽ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.